വാമൊഴി വഴക്കത്തിൽ സഖാവ് ഡബിളം മണിയുടെ സമശീർഷനും ഡബിളെ റഹീമിൻ്റെ ഗുരുനാഥനുമാണ് സിംഗിൾ എ വിജയരാഘവൻ. സിംഗിൾ എ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, എ വിജയരാഘവൻ. അത് ഇടക്കാലത്ത് പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. രാജ്യസഭാ മെമ്പറായിരുന്നു, മുമ്പ് ലോക്സഭാ മെമ്പറുമായിരുന്നു. ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രിയായിട്ട് നമ്മളെയൊക്കെ ഭരിക്കാൻ ആ സാധ്യതയുള്ള ആളുമാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ആർ ബിന്ദുവിൻ്റെ ജീവിത സഖാവും കൂടിയാണ്. അങ്ങനെ വലിയ അനിതര സാധാരണമായ ഒരുപാട് കഴിവുകളും ബുദ്ധിശക്തിയുമുള്ള ഒരു വലിയ നേതാവാണ് സഖാവ് സിംഗിൾ എ വിജയരാഘവൻ. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ കാരണവന്മാരെ ആലോചിച്ചിട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വാമൊഴി വഴക്കം പലപ്പോഴും ഇങ്ങനെ കേൾക്കുന്നവർക്ക് കുറച്ച് അരോചകമായി തോന്നാൻ ഇടയാകുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ സഖാവ് അങ്ങനെ കപട സദാചാരത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അതുകൊണ്ട് പുള്ളിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നടിച്ച് പറയും. ഇപ്പോൾ ഈ കുന്നംകുളം ഏരിയ സമ്മേളനത്തിലും സഖാവ് നടത്തിയ പ്രസംഗം പലരും പല രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യണമെങ്കിൽ പോലും സത്യമല്ലേ. ഇപ്പോൾ തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയുടെ മുമ്പിൽ ഒരു പന്തൽ കെട്ടി CPM-ൻ്റെ ഏരിയ സമ്മേളനം നടത്തി. അതിലെന്താ തെറ്റ്? അതിൽ നടക്കുന്ന ആളുകൾക്ക് കാറിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് നിർബന്ധം? അവർക്ക് നടന്നു പോയിക്കൂടെ എന്നാണ് സഖാബി ചോദിച്ചത്. അത് വഞ്ചൂർ മാത്രമല്ല, എവിടെയും ചെയ്യാവുന്ന കാര്യമാണ്. CPM-ൻ്റെ സമ്മേളനം നടക്കും, അല്ലെങ്കിൽ KSKTU-ൻ്റെ സമ്മേളനം നടക്കും, മഹിളാ അസോസിയേഷൻ്റെ സമ്മേളനം നടക്കും, എത്തപ്പയുടെ സമ്മേളനം നടക്കുന്നു, DYFIയുടെ സമ്മേളനം നടക്കുന്നു. അതിൽ കൂടെയൊക്കെ തന്നെ വഴി നടക്കണം എന്ന് ആളുകൾക്ക് എന്താ ഇത്ര നിർബന്ധം? അവർക്ക് നടന്നു പോയാൽ പോരെ? ഇനി നടന്നു പോകാനായിട്ട് കാലിൽ പുണ്ണുള്ളവർക്കാണെങ്കിൽ വേറെ വഴിക്ക് പോകാം, ഓട്ടോറിക്ഷ വിളിച്ച് പോകാം. ഇതേ റോഡിൽ കൂടി തന്നെ പോകുന്നത് എന്താ ഇത്ര നിർബന്ധം? ഇനി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ എവിടെയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാം. സഖാവ് പറയുന്നുണ്ട് കേച്ചേരിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായില്ലേ? ഉണ്ടായി. കുന്നംകുളം ടൗണിലുണ്ടായി. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് ചാവക്കാട്ട് ബ്ലോക്ക് ഉണ്ടായി, വടക്കാഞ്ചേരിയിലുണ്ടായി. എവിടെ ഉണ്ടാകാം ട്രാഫിക് ബ്ലോക്ക് എന്ന് വെച്ചാൽ? എവിടെയും എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ കോടതി കേസെടുക്കാൻ തുടങ്ങി എവിടെ ചെന്ന് അവസാനിക്കും? ആളുകൾക്ക് നടന്നു പോയാൽ പോരെ എന്നാണ് സഖാവ് ചോദിക്കുന്നത്. കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. നടന്നു പോയാൽ പോരെ? ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് CPM-ൻ്റെ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിമന്ദിരത്തിൽ നിന്ന് പതുക്കെ നടന്നു പോയാൽ പോരെ സെക്രട്ടേറിയറ്റ് വരെ? അത്ര വലിയ ദൂരമൊന്നുമില്ല, നടന്നു പോയാൽ മതി. വെയിലുണ്ടെങ്കിൽ കുട നിർത്തി പിടിച്ച് നടക്കാം, മഴയാണെങ്കിലും കുട നിർത്തി പിടിച്ച് നടക്കാം. അതുപോലെ തിരിച്ച് വൈകുന്നേരം പോവുകയും ചെയ്യാം. പോകുമ്പോൾ ഒരു പുതിയ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് കുറിച്ചുകൊണ്ട് നടക്കാം. എത്ര രസമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ വിജയരാഘവൻ സഖാവ് തന്നെ വടക്കം നിന്ന് തമ്പാനൂർ ഒന്ന് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ AKG സെൻറ്ററിലേക്ക് പോകാനായിട്ട് ടാക്സി വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഓട്ടോറിക്ഷ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിന് വെറുതെ പണം മുടക്കല്ലേ, പണം ദൂരത്തല്ലേ. അദ്ദേഹത്തിന് അവിടെ നിന്ന് പതുക്കെ പഴയ മലയാള സിനിമാ ഗാനമൊക്കെ പാടി മന്ദഗതിയിൽ നടന്ന് AKG സെൻറ്ററിൽ പോയാൽ പോരെ. പിന്നെ വിജയരാഘവൻ ചോദിക്കുന്നുണ്ട്, ഒരു കാറ് എടുക്കുമ്പോൾ ഒരു ചെറിയ കാർ എടുത്താൽ പോരെ? കാർ എടുക്കാതെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഉപദേശം നമുക്ക് സ്വീകരിക്കാൻ ഏറ്റവും പറ്റിയ ആൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുമ്പിലും പുറകിലും നിരവധി വാഹനങ്ങൾ, കവചിത വാഹനങ്ങൾ, ഇടിവണ്ടികൾ, ആംബുലൻസ്, ഫയർ എഞ്ചിൻ, പീരങ്കി, പാറ്റൻ ടാങ്ക്, ഇതൊക്കെ ആയിട്ടാണല്ലോ മുഖ്യമന്ത്രി എല്ലാ ദിവസവും ഈ ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എഴുന്നള്ളുന്നത്. തിരുവിതാംകൂർ മഹാരാജാവിന് ഇത്രയും പവർ ഉണ്ടായിരുന്നില്ല. ഇത്രയും പവർ നരേന്ദ്രമോദിക്കില്ല, ഇന്ദിരാഗാന്ധിക്കും ഉണ്ടായിരുന്നില്ല, ഇഡി അമീന് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇഡി അമീനില്ലാത്ത സെക്യൂരിറ്റിയിലാണ് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി, കേരള ചക്രവർത്തി എന്ന് പറയാൻ കൂടുതൽ ശരി, കേരള ചക്രവർത്തി പിണറായി വിജയൻ തിരുമനസ് എഴുന്നള്ളുന്നത്. അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസിൽ നിന്ന് നടന്നു പോയാൽ പോരെ? വല്ല കുഴപ്പമുണ്ടോ? മടക്കി കുത്തി അഴിച്ചിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുണ്ട് മടക്കി കുത്തി കൊണ്ട് നടക്കണം. മുഖ്യമന്ത്രി മുണ്ട് മടക്കി കുത്തരുന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി മുണ്ട് മടക്കി കുത്തരുന്നോ, ഔദ്യോഗിക വസതിയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോകരുത് എന്നോ പറഞ്ഞിട്ടില്ല. അത് പാർട്ടി ഭരണഘടനയിലും പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ ഭരണഘടനയിലും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നടന്നു പോയിക്കൂടെ? ഇനി പാറാമുള്ള പോലീസുകാർക്ക് നടന്നു പോയിക്കൂടെ? അവർക്കെന്താ കാലും ആണിപ്പുണ്ടുണ്ടോ? ഇവരുടെ ആരെങ്കിലും കാലുമ്പോൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ, നടന്നു പോയാൽ മതി. വളരെ നല്ല ആശയമാണ്. മാത്രമല്ല ശരീരവും പുഷ്ടിപ്പെടും. ദിവസവും ഈ തടി അനങ്ങി നടന്നു കഴിഞ്ഞാൽ ആഹാരത്തിന് നല്ല വിശപ്പുണ്ടാവും. അതനുസരിച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കാം.
ക്ലിഫ് ഹൗസിലാണെങ്കിൽ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ടല്ലോ, പാലും കുടിക്കാം, തൈരും കഴിക്കാം, ആ വെണ്ണ ഉണ്ടെങ്കിൽ അതും കഴിക്കാം, ശരീരം നന്നാവും, പിത്തം മാറും, പിന്നെ ഗ്യാസിൻ്റെ ഉപദ്രവമുണ്ടെങ്കിൽ അതും മാറും. ഏത് നിലക്ക് നടപ്പാണ് നല്ലത്. ബിന്ദുവിനൊക്കെ ആണെങ്കിൽ ആ ദുർമേധസ് അല്പം കുറയും. അതുകൊണ്ട് വിജയരാഘവൻ സഖാവും ബിന്ദു ടീച്ചറും ഒരു മാതൃക കാണിക്കണം. ആ മാതൃക കണ്ടാൽ പിന്നെ വീണ ജോർജിന് വേറെ വഴിയുണ്ടോ? ഇല്ല. ചിഞ്ചുറാണിക്ക് വേറെ വഴിയുണ്ടോ? ഇല്ല. സജി ചെറിയാൻ വേറെ വല്ല നിവൃത്തിയുണ്ടോ? ആ തടിയൊക്കെ ഒന്ന് ഇളകും. ഇപ്പോഴത്തെ ശരീരം കണ്ടിട്ടില്ല, ഇങ്ങനെ ചേർത്ത് പിത്തക്കടിയായിട്ടിരിക്കുകയാണ്. സാംസ്കാരിക മന്ത്രി സ്ലിം ബ്യൂട്ടി പാടില്ല എന്ന് വല്ലയിടത്തും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. വാസവനും നടക്കാം, ശശീന്ദ്രനും നടക്കാം, അങ്ങനെ ഏത് മന്ത്രിമാർക്ക് നടക്കാവുന്നേ ഉള്ളൂ. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുള്ളൂ. DGPക്ക് നടന്നു പോകാം, ചീഫ് സെക്രട്ടറിക്ക് നടക്കാം. അങ്ങനെ വരുമ്പോൾ വേറൊരു ഗുണമുണ്ട്. തിരുവനന്തപുരത്തെ ഈ സ്മോക്ക് പൊല്യൂഷൻ വല്ലാതെ കുറയും, വായു നിർമ്മലമാകും, മലിനീകരണം ഉണ്ടാവില്ല. അപ്പോൾ ഡൽഹി പോലെ പുകയുന്നവരൊന്നും നഗരമായിരിക്കില്ല, പുകയില്ലാത്ത മധുരമനോഹര മനോജ്ഞ ചൈന പോലെയുള്ളൊരു സ്ഥലമായിട്ട് തിരുവനന്തപുരം മാറും. അതനുസരിച്ച് ജില്ലാ തലസ്ഥാനങ്ങളിലും താലൂക്ക് തലസ്ഥാനങ്ങളിലും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ കേരള സംസ്ഥാനം നന്നാവും. ഈ വിജയരാഘവനെ കളിയാക്കുന്ന ആളുകൾ ഈ കാര്യം മനസ്സിലാക്കണം. സഖാവ് ക്രാന്തദർശിയായ ഒരു നേതാവാണ്, വെറും ഒരു ഡൂക്ലി CPM-കാരനല്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. എന്തുകൊണ്ടാണ് ഈ സഖാവിനെ പോളിറ്റ് ബ്യൂറോയിലെടുത്ത് പാർട്ടിയിൽ വേറെ നേതാക്കാൻ പറ്റില്ലാത്തതുകൊണ്ടോ? അല്ല, ഇത്ര വലിയൊരു പ്രതിഭാശാലി, ഇത്രയും ഒരു ക്രാന്തദർശിയായ വേറൊരു നേതാവ് പാർട്ടിയിലില്ല. ഈ PC ജോഷി, അല്ലെങ്കിൽ അജയ് ഘോഷ്, SA ഡാങ്കെ, അതും അല്ലെങ്കിൽ പിന്നീട് ബസവ പുന്നയ്യ, രാമമൂർത്തി, സുന്ദരയ്യ, ഇവരൊക്കെ വിപ്ലവകാരികളായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും ഈ വിജയരാഘവൻ സഖാവിൻ്റെ അത്രയും വിപ്ലവബോധമില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ധീര വിപ്ലവകാരികളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യാശ. വരും തലമുറകൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് വിജയരാഘവനാണ്, വേറെ ആരുമല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് വിട. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.